ജീവിതത്തിൽ പ്രതീക്ഷകൾ ഏറുമ്പോഴാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ഫ്രസ്ട്രേഷൻ, നിരാശയുണ്ടാകുന്നു, ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ ഉണ്ടാകുന്നു. കാരണം നാം പ്രതീക്ഷിച്ച മാതിരി ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. നാം പ്രതീക്ഷിച്ച മാതിരി കാര്യങ്ങൾ നടക്കാതിരിക്കാൻ കാരണം നാം പലരിൽ നിന്നും പലതും പരിധിക്കപ്പുറം പ്രതീക്ഷിച്ചതുകൊണ്ടാണ്. മറ്റുള്ളവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെ നാം മെനയുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ നിരാശ എന്നുള്ളൊരു തിരിച്ചറിവ് ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകും. നേരെ മറിച്ച് അത് തിരിച്ചടിയായി കരുതി കഴിഞ്ഞാൽ ജീവിതം തീർന്നു, ജീവിതം മങ്ങി, ജീവിതം തളർന്നു, ജീവിതം തകർന്നു എന്നൊക്കെ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഈ പ്രതീക്ഷ ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവരിൽ വെക്കരുത് എന്ന് പറയുമ്പോഴും ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാവണം. അതെന്താണ് ഈ പ്രത്യാശ? നമുക്ക് ആശിക്കാനുള്ളത്, പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുമുള്ളതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ വിജയിക്കും, ഞാൻ മുന്നേറും, ഞാൻ പഠിക്കും, ഞാൻ വളരും, ഞാൻ ഉയരും, ഞാൻ നന്നാവും, എനിക്ക് സൗഭാഗ്യങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, ഞാനും വിജയിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവനവനിൽ അർപ്പിക്കുമ്പോഴാണ് വലിയ മാറ്റം ഉണ്ടാകും. അവനവനിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ പ്രത്യാശയിലേക്ക് നയിക്കും. കാരണം ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ അവനവൻ മുന്നേറുന്നത്. അവരെന്നെ കൂട്ടുപിടിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ അത്രമാത്രം ആശ്രയിച്ചു വരില്ല. കാരണം നമ്മൾ എവിടെയൊക്കെയോ ഈ ലോകത്ത് പലരിലും പ്രതീക്ഷ അർപ്പിക്കുന്നു. നേരെ മറിച്ച് നിസ്സഹായനായ എനിക്ക് സഹായം എൻ്റെ ദൈവത്തിൽ നിന്ന് വരും, ദൈവത്തിൽ നിന്ന് ലഭിക്കും. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം ഞാൻ ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, ഞാൻ ഉയരണമെന്നും വളരണമെന്നും വിജയിക്കണമെന്നും എൻ്റെ വിജയം കാണാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ പരാജയം കാണാൻ ഈ ലോകത്ത് ഞാൻ പ്രതീക്ഷ അർപ്പിച്ച പലരും കാത്തിരിക്കുമ്പോൾ എൻ്റെ വിജയം കാണാൻ എന്നിൽ പ്രത്യാശ അർപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്ന എൻ്റെ ദൈവം കാത്തിരിക്കുന്നു. അപ്പം അവനവനിലുള്ള ആ ഒരു പ്രതീക്ഷകൾ കൂടുതലാകുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടാവും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവും, ഒരു ആത്മബലവും കിട്ടും. അപ്രകാരം നാം കൈവരിക്കുന്ന നമ്മുടെ വിജയത്തിന് ഞാൻ തന്നെയാണ് കരുവാകേണ്ടതെന്നും എന്നിൽ നിന്നാണ് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കേണ്ടതെന്നും, അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എന്നിലുള്ള എൻ്റെ പ്രതീക്ഷകൾ ഞാൻ മെനഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ജീവിതം വിജയിക്കുമെന്നും, അങ്ങനെ ഒരു നാൾ ഞാനൊരു സക്സസ് സ്റ്റോറിയായി മാറും എന്നുമുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാവണം. ഓരോ ദിവസവും ആ ദൃഢനിശ്ചയം എന്നിൽ ഞാൻ ഉറപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവും, ഞാൻ മുന്നേറുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ അപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരനിൽ നാം അർപ്പിക്കുന്ന പ്രതീക്ഷകളല്ല, അവനവനിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സാക്റ്റിങ്, അവനവനിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്ന ആ പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള പ്രത്യാശയിൽ അടിയുറച്ചുകൊണ്ട് അവനവനിൽ കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. When we put our expectations in others, we get disappointment. When we expect more from oneself, we become successful. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു. നല്ലൊരു ദിവസവും നേരുന്നു.